അങ്ങനെ ഫൂട്ടേജ് ഒരു മൂവി കണ്ടു. എൻ്റെ പ്രിവ്യൂ കണ്ട സീക്രട്ട് ഏജൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഗ്രം പടമാണെന്ന്. ഇങ്ങനൊരു മൂവി ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വേൾഡ് സിനിമയിൽ കാണുമ്പോൾ ക്ലാസിക് മൂവി. ഭയങ്കര മേക്കിംഗ് ആണ്. മേക്കിംഗ് വളരെ അൺകൺവെൻഷണൽ, ആരും ചിന്തിക്കാത്ത പോലെ മേക്കിംഗ്. ക്യാമറ വർക്കാണെങ്കിലും ടെക്നിക്കലി സൂപ്പർ ഫിലിമാണ്. ഇവൻ ജോൺ അബ്രഹാമോ അരവിന്ദനോ ആരും ചിന്തിക്കാത്ത ഫിലിമാണ്. മഞ്ജു വാര്യർ രണ്ടാമത്തെ തിരിച്ചുവരൽ ഇങ്ങനത്തെ ഒരുപാട് നല്ല ഫിലിം ചെയ്യുന്നുണ്ട്. ജോംബോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് മൂവീസ് ചെയ്യുന്നുണ്ട്. ഈ പടം കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയില്ലെങ്കിലും ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പോവും. ഇങ്ങനത്തെ മൂവീസ് വളരെ കുറവാണ്. പക്ഷേ ഇനിമേ സീൻസ് എല്ലാം ഉണ്ട്. ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ്. ടോട്ടലി അൺകൺവെൻഷണൽ അല്ലെങ്കിൽ ഓഫ് ബീറ്റ് അങ്ങനെയുള്ള പറയാനുള്ള മേക്കിംഗ് ആണ്. ഇങ്ങനെയുള്ള പടങ്ങൾ 1,00,000 ഒരു പടത്തിലുണ്ടാവുള്ളൂ. കൺസർവേറ്റീവ് ഫാമിലിക്ക് പടം കണ്ടഷ്ടപ്പെടില്ല, പക്ഷെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ മാസ് മസാല മൂവി ഒന്നുമല്ല. ക്ലാസ്സിന് പറയാൻ പറ്റില്ല, ക്ലാസിക് മൂവിയാണ്. ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചിന്തിക്കുന്നത് മനസ്സിലാവണില്ല. ആരും ചിന്തിക്കാതെ പോലത്തെ മൂവിയാണ്. അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും വളരെ ഇൻ്റലക്ച്വൽ, വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. ഇങ്ങനത്തെ ഫിലിംസാണ് വേണ്ടത്. ഇവൻ പഴയ ഡയറക്ടർ മറ്റേ അമ്മ റിയാണൽ ഡയറക്റ്റ് ചെയ്ത, അല്ലെങ്കിൽ എന്താ പേര് കറിയാച്ചിൻ്റെ ആൾ ചെയ്ത ജോൺ അബ്രഹാം പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഡയറക്ടറിന് സമ്മതിച്ചു കൊടുക്കണം. ക്യാമറ വർക്കാണെങ്കിലും ഈ സിനിമ എല്ലാവർക്കും മനസ്സിലാവാൻ സാധ്യത കുറവാണ്. മനസ്സിലാവാത്തവരാണ് നെഗറ്റീവ് കൊടുക്കുന്നത്. ഈ പടം മനസ്സിലാക്കാത്ത ആൾക്കാരാണ് നെഗറ്റീവ് കൊടുക്കുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. ഇങ്ങോട്ട് മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടായിട്ടില്ല. വളരെ റെയർ മൂവിയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഈവൻ OTT കണ്ടാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് സിനിമ. സിനിമകൾ ഒരു മാസ് ഓഡിയൻസ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, ശരാശരി മലയാളിക്കാർക്ക് മനസ്സിലാവില്ല. തലയിൽ കുറച്ച് ആൾതാമസമുള്ളവർക്ക് ഈ സിനിമ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാത്തവരാണ് ഈ വെറുതെ നെഗറ്റീവ് കൊടുക്കുന്നത്. കുറച്ച് തലയിൽ ആൾതാമസമുള്ളവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും.